നമുക്കിപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാരുടെ സംഘം കൂടിയുണ്ട്. പ്രേക്ഷകർക്കറിയാം, ജൂലൈ 30-ാം തീയതി അതിരാവിലെ മുതൽ പ്രേക്ഷകർക്കൊപ്പം നമ്മളുടെ റിപ്പോർട്ടർമാർ അതിരാവിലെ മുതൽ ചേർന്നിരുന്നു. സാനിയോ മനോമിയുണ്ട്, നമ്മുടെ VS രഞ്ജിത്തുണ്ട്. സാനിയോ, ഗുഡ് മോർണിംഗ്. നമ്മളുടെ അർജുൻ കല്യാട് ഇവിടെയുണ്ട്. അർജുൻ കല്യാട് ഇവിടെ. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദീപക് മലയമ്മയുണ്ട്. അപ്പോൾ നമ്മളുടെ റിപ്പോർട്ടർ വാർത്താ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും ഇന്ന് തിരിച്ചു വരുന്നുണ്ട്. VS രഞ്ജിത്ത്, സാനിയോ, ഒരു വർഷം മുമ്പ് സാനിയോ വന്നിറങ്ങുന്ന ഒരു ദിവസമുണ്ടല്ലോ അല്ലേ? അതെ, പുലർച്ചെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ്, വയനാട്ടിൽ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ വീഡിയോ ജേർണലിസ്റ്റിനെയും വിളിച്ചു, ഡ്രൈവറെയും വിളിച്ചു. അവരൊക്കെ പെട്ടെന്ന് റെഡിയായി എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ഡെസ്കും പെട്ടെന്ന് ബുള്ളറ്റിൻ കയറുന്നു. നമ്മൾ ഇവിടെ എത്തുന്നവരെന്താണ് അതിൻ്റെ ഒരു ഭീകരത എന്നറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ ചെളിയിൽ പുതഞ്ഞ് നടന്നു പോകുന്നു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഒന്നും പറയാനില്ല. അത്രയും. അർജുൻ കല്യാണിന്റെ പ്രിയപ്പെട്ട പൈക്കൾ ഇപ്പോഴും ഉണ്ട്. അന്ന് കണ്ട ടീമിനെ വല്ലതും കണ്ടിട്ടുണ്ടോ ഇന്ന്? ഒരുപാട്. അതാ ഞാൻ പറഞ്ഞത്, അതായത് അന്ന് പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഈ പശുക്കളൊക്കെ നമ്മളെ നോക്കിയിരുന്നത്. കാരണം വലിയ കഷ്ടപ്പാട് അല്ലെങ്കിൽ എന്താണ്, അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ പ്രതീക്ഷയോട് കൂടിയാണ് വേലിപ്പാലം കടന്നെത്തുമ്പോൾ പശുക്കൾ ഇപ്പോഴും നമ്മളെ നോക്കുന്നത് എന്നുള്ളതാണ്. അതിന് പുറമെ ഇപ്പോൾ സാനിയ പറഞ്ഞതുപോലെ തന്നെ അന്ന് നമ്മൾ 1-ാം ഘട്ട ശിരൂര ദൗത്യം അവസാനിപ്പിച്ച് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് വിനീതേച്ചി വിളിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വരണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അന്ന് രാത്രി ഉരുളുപൊട്ടി എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ഭീകരമായ ഒരു ഉരുളുപൊട്ടലായിരിക്കുമെന്ന് നമ്മൾ ആരും കാണുന്നില്ല. കണ്ണൂരൊക്കെ സാധാരണ ഇതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ സ്കൂൾ ബസ് തയ്യാറാണ്. രാവിലെ എനിക്കൊന്ന് 7:30 കൂടി സ്കൂൾ ബസ് ഇവിടുന്ന് പോകും അല്ലേ? 7:30 കൂടി പോകേണ്ടതാണ്. സ്കൂൾ ബസ് 7:30 കൂടി പോകും. ജീവിതം സാധാരണ നിലയിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ രഞ്ജിത്ത്? അതെ അതെ, തിരിച്ചു പിടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ദീപകേ, മോർണിംഗ്. ആ പഴയ മഴ, തണുപ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്തും സമാനമായ രീതിയിൽ തന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ ക്ലൈമറ്റ് ഒരു ഘട്ടത്തിൽ അവർ ആസ്വദിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് അവരെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ തണുപ്പിനൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ചൂരൽമലയിൽ നിൽക്കുമ്പോൾ ആ തണുപ്പ് നമ്മുടെ ഉള്ളിലിങ്ങനെ വല്ലാത്തൊരു സങ്കടമായിട്ടോ വിങ്ങലായിട്ടോ ഞെട്ടലായിട്ടോ ഒക്കെ മാറുകയാണ്. തണുപ്പ് തന്നെ ഒരു ഭയമായിട്ട് മാറുന്നൊരു കാലമുണ്ടല്ലോ. പ്രേക്ഷകർക്ക് കാണിക്കാം. ഇവിടെ മുണ്ടക്കൈ ദുരന്തം, ഓർമ്മകൾക്ക് മരണമില്ല. അകാലത്തിൽ ജീവൻ വെടിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിരുന്ന പ്രണാമം. നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളിൽ എന്നും ജീവിക്കും. കുഞ്ഞിൻ്റെ, എനിക്കൊരു വളരെ ചെറിയ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞ് മുതൽ ആദ്യം മുതൽ ഏറ്റവും ഒടുവിൽ ഒരുപാട് പ്രായം ചെന്ന മനുഷ്യർ, ഹംസക്കോയ വരെ ഒരുപാട് മനുഷ്യരുടെ ഫോട്ടോകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. എല്ലാവരുടെ പേരും ഇതിനകത്തുണ്ട്. 298 മനുഷ്യർക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. അവരുടെയൊക്കെ ചിരിക്കുന്ന മുഖങ്ങൾ കാണുന്ന സമയത്ത് എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കിടന്നുറങ്ങിയ മനുഷ്യരാണ്. അവർക്കൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എല്ലാ ദുരന്തങ്ങളും ഒരർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ്. നമ്മുടെ ബഷീറക്കയുടെ കട ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ബഷീർക്ക, നമ്മുടെ VS രഞ്ജിത്താണ് ഇടപെട്ട് ബഷീർക്കയ്ക്ക് ഒരു ചെറിയ ഹോട്ടലിനുള്ള സംവിധാനം ഉണ്ടാവും. ഹോട്ടലെന്നൊന്നും പറയാനില്ല, ചെറിയൊരു സംവിധാനം ഒരുക്കി കൊടുത്തു. നമ്മൾ ഒരുക്കി കൊടുത്തു. ഇപ്പോൾ മേപ്പാടി ചൂരൽമല ബസ്, ദീപക്കിന് ഓർമ്മയുണ്ടല്ലോ ഈ ബസ്സിൻ്റെ സ്റ്റോറി. ദീപക്കാണ് ഈ ബസ്സിൻ്റെ സ്റ്റോറി ചെയ്തത്. ഇത് കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങി മുണ്ടക്കൈ വരെ പോകുന്നില്ല. ചൂരൽമലയിൽ ഈ ബസ് ഇവിടെ യാത്ര അവസാനിപ്പിക്കും.